ഇതിനു മുന്നിലത്തെ എപ്പിസോഡ് കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു എപ്പിസോഡ് കാണാൻ ശ്രമിക്കുക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. അപ്പം അധികം ഒന്നും പറയാണ്ട് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് നമ്മൾ അടിച്ച് പാമ്പായ നമ്മളെ പെണ്ണിനെ ഇതുപോലെ ഷോൾഡറിൽ എടുത്തിട്ടാണെങ്കിൽ അവനാണെങ്കിൽ കാർ ഓടിക്കാൻ ആരെയോ വിളിച്ചിട്ടുണ്ടാവുമായിരിക്കും. അയാളും അവിടെ വരുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് ഇവനാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളെ പെണ്ണിനെയും കൂട്ടിയിട്ടാണെങ്കിൽ നേരെ അവളെ വീട്ടിൽ പോകും. അപ്പൊ പോകുന്ന ടൈമിൽ അവളാണെങ്കിൽ കുടിച്ചിട്ടൊരു ബോധമില്ലാത്ത വർത്താനെല്ലാം പറയുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ പാവ അവനാണെങ്കിൽ അവളെ ഷൂ എല്ലാം അയച്ചു കൊടുത്ത് ഇതുപോലെ കിടത്തുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളാണെങ്കിൽ പറയും, ഞാൻ ഇപ്പൊ ഉറങ്ങും, നീ ഇവിടുന്ന് പോയിക്കോന്നു പറയും. അപ്പൊ അവനാണെങ്കിൽ പറയും, ഇല്ല ഞാൻ നീ ഉറങ്ങിയതിന് ശേഷം പോകുള്ളൂ എന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും, വേണ്ട നീ ഫസ്റ്റ് പോന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവനാണെങ്കിൽ എന്ത് ചെയ്യും, ഇതുപോലെ പോയിട്ട് ബാക്കിലോട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ അവളെ തന്നെ നോക്കിയിരിക്കും. അപ്പൊ അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും, നീ എന്തിനാ പിന്നെ ഇവിടെ നിൽക്കുന്നത്, പോന്ന് പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിടുന്നുണ്ടാവുമായിരിക്കും. ഇവളെ കുടിച്ചിട്ട് കാണാൻ ഭയങ്കര ക്യൂട്ടാണ്. പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ പെണ്ണിന്റെ അടുത്ത് ലേലയാണെങ്കിൽ എന്തോ ഒരു പേപ്പർ കൊടുക്കാൻ വരുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം ജൂ ആണെങ്കിൽ ഇവളെ കൊണ്ട് ജൂന്റെ പണിയെ എടുപ്പിച്ചിട്ടില്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ടാവുമായിരിക്കും. ലേലയുടെ മനസ്സിൽ നമ്മളെ പെണ്ണാണെങ്കിൽ ജൂനെ കൊണ്ട് കുറ്റം പറയുന്നതായിരിക്കും. പക്ഷേ നമ്മളെ പെണ്ണാണെങ്കിൽ പറയും, അവൾ അന്ന് എന്നെ കൊണ്ട് ഇതുപോലെ ഒരുപാട് പണി എടുപ്പിച്ചത് കൊണ്ടാണ് എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായത്, അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ അവളോട് ഇങ്ങനെ താങ്ക്ഫുൾ ആയിരിക്കും എന്ന് പറയും. അപ്പൊ നമ്മുടെ ലേലയാണെങ്കിൽ അവള് വിചാരിച്ചൊരു ആൻസർ കിട്ടാത്തത് കൊണ്ട് തന്നെ അങ്ങനെയാണോ എന്നാ പിന്നെ ഞാൻ പോട്ടെ എന്ന് ചോദിച്ചിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. അങ്ങനെ ആ ഒരു സംസാരം കഴിഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ നേരെ നമ്മളെ മിങ്ങനെ കാണാൻ പോകുന്നുണ്ടാവുമായിരിക്കും. ഏത് ഹോട്ടലിലായിരിക്കും, അന്ന് ഇവള് പിയാനോ വായിച്ചിട്ടില്ലേ അതേ ഹോട്ടലിലായിരിക്കും. അപ്പൊ അതിന്റെ മാനേജർ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് പറയും, അന്ന് നീ വായിച്ചു പോയിട്ടില്ലേ, പിന്നെയും ഒരു ഗസ്റ്റ് വന്ന ടൈം നിന്റെ പിയാനോ തന്നെ കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുൻ എന്തെല്ലാം ഞാൻ പറഞ്ഞല്ലേ, അങ്ങനെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിൻ്റെ അടുത്താണെങ്കിൽ ഇവൻ്റെ ഒരു ID കാർഡ് കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവളോടാണെങ്കിൽ പറയും, നിനക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഇതൊക്കെ പറഞ്ഞിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അതേ ടൈം ഇങ്ങനെ കാണുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ഹായ് എന്നൊക്കെ പറയുന്നുണ്ടാവുമായിരിക്കും. അപ്പോൾ ഈ ഒരു മാനേജർ ആണെങ്കിൽ പറയും, ഞാൻ അധികം വൈകിപ്പിക്കുന്നില്ല, നീ അവൻ്റെ അടുത്തേക്ക് പോയിക്കൊന്നെന്ന് പറഞ്ഞിട്ട് മാനേജർ അവിടുന്ന് പോകും. അവളാണെങ്കിൽ അവൻ്റെ അടുത്ത് പോയിട്ട് ഇരുന്നിട്ട് ഫസ്റ്റ് തന്നെ ഇന്നലെ കുടിച്ചിട്ട് അവളെ ഇങ്ങനെ സേഫ് ആയിട്ട് വീട്ടിലെത്തിച്ചതിന് താങ്ക് യു പറയുന്നുണ്ടാവുമായിരിക്കും. അതേ ടൈം അവനാണെങ്കിൽ ചോദിക്കും, നീ ഇത്രക്കാരം കുടിക്കുമെന്നൊന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും, ഞാൻ നിന്റെ കൂടെയല്ലേ, നീ എന്നെ സേഫ് ആയിട്ട് എത്തിക്കും, നീ എൻ്റെ കൂടെ എപ്പോൾ സേഫ് ആയിട്ട് നീ എന്നെ എപ്പോൾ സേഫ് ആയിട്ട് കാത്തുകൊള്ളൂന്ന് എനിക്ക് നല്ലോണം അറിയാം, അതുകൊണ്ടാണ് ഞാൻ അത്ര കോൺഫിഡൻസിൽ കുടിച്ചതെന്ന് പറയും. എന്നിട്ട് അവളാണെങ്കിൽ ചോദിക്കും, നീ ഇന്നെന്തിനാന്ന് എന്നോട് ഇങ്ങനെ നമുക്ക് ഒപ്പര ഫുഡ് കഴിക്കാന്ന് ചോദിച്ചേന്ന് ചോദിക്കും. അതേ ടൈം അവനാണെങ്കിൽ പറയും, അത് നിനക്കെന്തെങ്കിലും എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ തീർക്കാന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയേ. അതേ ടൈം അവളാണെങ്കിൽ പറയും, എനിക്ക് നിൻ്റെ അടുത്ത് ഒരു കാര്യം ചോദിക്കാനുണ്ട്, പക്ഷേങ്കിൽ ആ ഒരു കാര്യം ഞാൻ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്നാന്നോ ഇല്ലെന്നൊന്നും എനിക്ക് അറിയില്ലാന്ന് പറയും. അതേ ടൈം അവനാണെങ്കിൽ പറയും, എല്ലാം നീ ഓവർ തിങ്ക് ചെയ്യുന്നല്ലാന്ന് പറയും. അപ്പൊ അവളാണെങ്കിൽ പറയും, എടാ ഞാൻ ഇങ്ങനെ ചോദ്യം വരെ ഫില്ലാക്കിയിട്ടില്ല, അതിനെയും കാട്ടി മുന്നേ നിനക്ക് എങ്ങനെ സംഭവം അറിയാമെന്ന് ചോദിക്കും. പക്ഷേങ്കിൽ അവനാണെങ്കിൽ എന്തെങ്കിലും പറയുന്നതിനും കാട്ടി മുന്നേ ആ ഒരു നേരത്തെ കണ്ട മാനേജർ ആണെങ്കിൽ ഇവർക്ക് ഇങ്ങനെ ഫുഡ് കൊണ്ടുവരുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അതിനുശേഷം ഇവർക്ക് രണ്ടാക്കുകയാണെങ്കിൽ വേറൊന്നും സംസാരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമ്മളെ ചെക്കനാണെങ്കിൽ പറയും, അധികം ഒന്നും സംസാരിക്കേണ്ട, വേഗം ഫുഡ് കഴിച്ചോന്ന് പറയും. ഇവൾ അധികം എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെക്കൻ്റെ അടുത്ത് മറുപടി കൊടുക്കാൻ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ അവര് രണ്ടാളും പുറത്തേക്ക് നടക്കുന്ന ടൈം അവനാണെങ്കിൽ അവളിങ്ങനെ പുകഴ്ത്തി പറയുന്നുണ്ടാവുമായിരിക്കും. അതായത് നീ വന്നതിന് ശേഷമാണ് ഞാൻ ലൈഫ് കുറച്ചും കൂടി സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്, അതിനു മുന്നിലത്തെ എന്നെ എനിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല, ഞാൻ ഭയങ്കര സെൽഫിഷ് ആയിരുന്നു, ഞാൻ ആർക്ക് വേണ്ടിയിട്ടും ഇങ്ങനെ കെയർ കൊടുത്തിട്ടില്ല, പക്ഷെ നീ വന്നതിന് ശേഷം എൻ്റെ ലൈഫ് അടിപൊളിയാണെന്ന് പറയും. അതേ ടൈം അവളും ആണെങ്കിൽ പറയും, നിന്റെ ലൈഫിൽ മുന്നുണ്ടായ ഒരു കാര്യങ്ങളും നീ ഇനി തിങ്കാക്കാൻ നിൽക്കണ്ട, ഇപ്പം നീ എന്നാന്നോ അതുപോലെ തന്നെ നീ മുന്നോട്ട് പോയിക്കോ, നിന്നെപ്പോലെ തന്നെയായിരുന്നു ഞാൻ ഭയങ്കര കെയർ ഫ്രീ ആയിട്ടുള്ള ഒരാളായിരുന്നു, എനിക്ക് ഒന്നിനെ കൊണ്ട് തിങ്കാക്കേണ്ട വന്നിട്ടില്ല, പക്ഷെങ്കിൽ ഞാനിപ്പോൾ ഭയങ്കര താഴത്തിലാണുള്ളത്, അതൊന്നും എനിക്കിങ്ങനെ ഉയർന്ന് വരണം എന്നൊക്കെ പറയേ. അതേ ടൈം അവനാണെങ്കിൽ അവൾ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ട് അവളെ ഇതുപോലെ ഹഗ് ചെയ്തിട്ടാണെങ്കിൽ പറയൂ, എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയും. അപ്പോൾ അവളാണെങ്കിൽ പറയും, ഇത്ര എൻകറേജ്മെൻ്റ് ഒക്കെ മതി എന്ന് പറഞ്ഞിട്ട് ആ ഒരു കെട്ടിപ്പിടുത്തം വിടുന്നുണ്ടാവുമായിരിക്കും. എന്നിട്ട് അവനാണെങ്കിൽ എന്തോന്ന് പറയാൻ നോക്കുന്ന അതേ ടൈമായിരിക്കും ഈ പ്രാവശ്യം നമ്മളെ പെണ്ണിനെ ആരോ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. അവനാണെങ്കിൽ
ഇപ്പൊ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ലല്ലോ എന്നുള്ളൊരു ഭാവം ഉണ്ടാവില്ല, ആ ഒരു ഭാവത്തിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെങ്കിൽ അവക്ക് വന്ന കോളിലാണെങ്കിൽ പറയുന്നുണ്ടാവുക അവളെ അമ്മ ഇങ്ങനെ ഹോസ്പിറ്റലിലാണെന്നായിരിക്കും. ആ ഒരു കാര്യം അവനോട് പറയുന്ന ടൈം വാ നമുക്ക് പോകാലോ എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിയിട്ട് അവിടുന്ന് പോകുന്നുണ്ടാവും. രണ്ടും കൂടിയിട്ട് ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ടാവുമായിരിക്കെ. അപ്പൊ അമ്മയാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലായിരിക്കും ഉണ്ടാവുക. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മനെ കണ്ടിട്ടല്ല, ഇവരെ രണ്ടുടെ എക്സ്പ്രഷൻ കണ്ടിട്ടില്ല എനിക്ക് ചിരി സഹിക്കാൻ പറ്റുന്നില്ലേ. ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ അമ്മേൻ്റെ അടുത്ത് പോയിട്ട് അമ്മക്ക് എന്നാ പറ്റി, അമ്മ എന്നോട് സംസാരിക്കും, അമ്മേന്റെ മുഖം എന്നാ ഇങ്ങനെന്നൊക്കെ ചോദിക്കുന്ന ടൈമായിരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടാവുക അവക്കൊരു അമ്മിളി പറ്റിയതാണെന്ന്. അമ്മയാണെങ്കിൽ അപ്പുറത്തെ റൂമിലായിരിക്കും, അമ്മയാണെങ്കിൽ എൻ്റെ മോളെ സൗണ്ടല്ലേ ഇത് കേൾക്കുന്നതെന്നുള്ള രീതിയിൽ നോക്കുന്ന ടൈമായിരിക്കും അവളെ കാണുന്നുണ്ടാവുക. ഈ ഒരു സിറ്റുവേഷൻ ഭയങ്കര കോമഡിയാണ്. എനിക്കെങ്ങനെ പറഞ്ഞു തരണ്ടേന്ന് അറിയില്ല, എനിക്കിപ്പോൾ കുടിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുമായിരിക്കും എനിക്ക് പെരാന്താന്ന്, ഞാനെന്താ ഇങ്ങനെ വെറുതെ ചിരിക്കുന്നെന്ന്. പക്ഷേ ഈ ഒരു സീൻ അങ്ങനത്തെ കോമഡിയാണ്, എനിക്ക് നിങ്ങളെ പറഞ്ഞു ചിരിപ്പിക്കാൻ അറിയാത്തത് കൊണ്ടാണ്. ഞാൻ ഇതിൻ്റെ ഷോർട്സ് ഇടാൻ പറ്റുമെങ്കിൽ, കോപ്പിറൈറ്റ് വരൂല്ലെങ്കിൽ ഉറപ്പായിട്ട് ഇന്ന് തന്നെ ഇടാം കേട്ടോ. അമ്മയ്ക്കൂടെ എനിക്ക് ഇപ്പം ചിരി സഹിക്കാൻ പറ്റുന്നില്ല. നമ്മളെ പെണ്ണിനാണെങ്കിൽ അമ്മക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളൊരു സന്തോഷത്തിലായിരിക്കും. അപ്പൊ അതേ ടൈം അമ്മയാണെങ്കിൽ യോഗ ചെയ്യുന്ന ടൈം എന്തോ ഒന്ന് പറ്റിയതായിരിക്കും. പക്ഷെ ആ ഒരു വേദനയിൽ നിൽക്കുന്ന ടൈം അമ്മയാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുക നിങ്ങൾ രണ്ടാളും ഇന്ന് എവിടെ ഡേറ്റിന് പോയെന്നായിരിക്കും. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ചോദിക്കാൻ പറ്റിയൊരു ചോദ്യമാണ്. അങ്ങനെ നമ്മളെ പിള്ളേർ രണ്ടാളും കൂടിയിട്ടാണെങ്കിൽ അമ്മേനെ വീട്ടിലെത്തിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈമായിരിക്കും അമ്മയാണെങ്കിൽ നമ്മളെ ചെക്കനോട് പറയുന്നുണ്ടാവുക ഒരിക്കൽ നീ ആ ഒരു ഡ്രോയർ തുറന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ എന്തൊരു പേപ്പർ ആയിരിക്കും, ആ ഒരു പേപ്പർ എടുത്ത് തരുമോ എന്ന് ചോദിക്കുക. അപ്പം നമ്മളെ ചെക്കനാണെങ്കിൽ അതിങ്ങനെ തുറന്നിട്ട് എടുത്തിട്ട് പോകാൻ നോക്കുന്ന ടൈമായിരിക്കും പെട്ടെന്നാണെങ്കിൽ അതിലൊരു ഫോട്ടോ കാണുന്നുണ്ടാവുക. ഐ തിങ്ക് അത് നമ്മളെ പെണ്ണിന്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ്. അപ്പം അത് കാണുന്ന ടൈം അവനാണെങ്കിൽ ഭയങ്കര ഷോക്കായിട്ട് ഒരു പാസ്റ്റ് ആലോചിക്കുന്നുണ്ടാവും. അപ്പം എന്നേരായിരിക്കും ഇത്ര കാലം ഇവനാണെങ്കിൽ ഒരു പാസ്റ്റ് ഉണ്ട് എന്ന് പറയലുണ്ടായിട്ടില്ലേ, ആ ഒരു പാസ്റ്റ് എന്നാണെന്ന് മനസ്സിലാവുന്നുണ്ടാവുക. അതായത് നമ്മളെ ചെക്കനാണെങ്കിൽ, അതായത് കുഞ്ഞിലുള്ള നമ്മളെ മിങ്ങാണെങ്കിൽ അവന്റെ അച്ഛനോടും അമ്മേനോടും അടിയാവുന്നുണ്ടാവുമായിരിക്കും. എന്തിനായിരിക്കും? അവനെ ആണെങ്കിൽ അവന്റെ ബ്രദറിനെ വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഭയങ്കര ലൂസറാന്നുള്ള രീതിയിൽ നമ്മളെ മിങ്ങിനെ കൊണ്ട് പറയുമ്പോൾ അവന് ദേഷ്യം പിടിച്ചിട്ട് അവനാണെങ്കിൽ എന്ത് ചെയ്യും, ആ ഒരു വലിയൊരു മലേന്റെ മേലെ നിന്ന് ഇങ്ങനെ ഒരു വെള്ളത്തിലേക്ക് ചാടുന്ന പറഞ്ഞ് ഭീഷണിപ്പെടുത്തി കോടി നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈമായിരിക്കും നമ്മളെ സെന്നിന്റെ അച്ഛനാണെങ്കിൽ വലിയ ബിസിനസ് മാൻ ആയതുകൊണ്ട് തന്നെ അയാൾ എന്തിനോ അവിടെ സ്ഥലം നോക്കാനായിട്ടും വരുന്ന ടൈം ഇങ്ങനത്തെ ഒരു സാഹചര്യം കാണും. ഇതേ ടൈം നമ്മളെ മിങ്ങാണെങ്കിൽ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ആ ഒരു വലിയൊരു സ്റ്റെപ്പിന്റെ മേലെ നേരെ എടുത്ത് ചാടുന്നുണ്ടാവുമായിരിക്കും വെള്ളത്തിലേക്ക്. ഇതേ ടൈം നമ്മളെ സെന്നിന്റെ അച്ഛനാണെങ്കിൽ ഒന്നും ചിന്തിക്കാണ്ട് നമ്മളെ മിങ്ങിന്റെ പിന്നാലെ തന്നെ വെള്ളത്തിൽ ചാടുന്നുണ്ടാവുമായിരിക്കും. പക്ഷേങ്കിൽ നമ്മളെ സെന്നിന്റെ അച്ഛൻ നമ്മളെ മിങ്ങിനെ രക്ഷിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ നമ്മളെ സെന്നിന്റെ അച്ഛൻ ആ ഒരു ടൈം മരിച്ചു പോകുന്നുണ്ടാവുമായിരിക്കും. ആ ഒരു സംഭവം നമ്മളെ ചെക്കനിങ്ങനെ വേട്ടയാടിക്കൊണ്ട് നിൽക്കുമെന്ന് അറിയില്ല, അങ്ങനെ വേട്ടയാടിക്കൊണ്ട് നിൽക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ ആ ഒരു സങ്കടം സഹിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ കുഞ്ഞിലുള്ള മിങ്ങാണെങ്കിൽ നമ്മൾ ആ ഒരു അച്ഛൻ്റെ ഫ്യൂണറൽ ചടങ്ങിന് പോകുന്നുണ്ടാവുമായിരിക്കും. പക്ഷേ അവനാണെങ്കിൽ അധികം നേരം അവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. അതേ ടൈം നമ്മൾ സെന്നിനെയും അവൻ കാണുന്നുണ്ടാവുമായിരിക്കും കുഞ്ഞിലുള്ള. അപ്പോൾ അവനാണെങ്കിൽ അവിടുന്ന് പുറത്ത് വരുന്ന ടൈം ക്ഷീണമായിട്ട് എന്നാൽ ചെയ്യേണ്ടതെന്ന് തിരിയാണ്ട് ഇതുപോലെ നിൽക്കുന്ന ടൈമായിരിക്കും ഒരു ട്രക്കും അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മളാണെങ്കിൽ വിചാരിക്കും ഇപ്പം അവൻ അടിക്കുമെന്ന് വിചാരിക്കുന്ന അതേ കറക്റ്റ് ടൈമിൽ നമ്മൾ സെന്നാണെങ്കിൽ അവനെ അവിടുന്ന് രക്ഷിക്കുന്നുണ്ടാവുമായിരിക്കും. ഇങ്ങനെ അവർ രണ്ടാളും ഒരു സ്ഥലത്ത് ഇരിക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും നീ ആരെ ഫ്യൂണറൽ ചടങ്ങിനാന്ന് വന്നത്, അത് നിന്റെ കുടുംബമാണോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും. പക്ഷെ നമ്മളെ ചെക്കനാണെങ്കിൽ അവനെ കൊണ്ടാണ് ഇപ്പോൾ ഒരാൾ മരിച്ചെന്ന് പറയാനുള്ള ആ ഒരു ധൈര്യം ഉണ്ടാവില്ലേ, അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കുന്ന ടൈം അവളാണെങ്കിൽ ചോദിക്കുന്നുണ്ടാവുമായിരിക്കും നിനക്ക് വലുതായി കഴിഞ്ഞിട്ട് എന്നാകണ്ടേന്ന്. അതേ ടൈം അവനാണെങ്കിൽ പറയും എനിക്കൊന്നും ആകാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ടൈം അവളാണെങ്കിൽ പറയും എനിക്ക് ഒരു ലോകം മൊത്തം കാണണം, എൻ്റെ അച്ഛൻ എപ്പോഴും പറയലുണ്ട് നമ്മൾ ഒരിക്കലും വീട്ടിലിരിക്കേണ്ടവരല്ല, നമ്മളിങ്ങനെ ലോകം ചുറ്റി കാണേണ്ടവരാണെന്ന്. പക്ഷെങ്കിൽ ഇപ്പം എൻ്റെ അച്ഛൻ എൻ്റെ കൂടെയില്ല, പക്ഷെങ്കിൽ ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ ഉറപ്പായിട്ട് പോകും എന്നൊക്കെ പറയേ. ഇതേ ടൈമായിരിക്കും അവനാണെങ്കിൽ അവൻ്റെ വീചാറ്റ് അക്കൗണ്ട് ഉണ്ടാവില്ലേ, ആ ഒരു അക്കൗണ്ട് ആണെങ്കിൽ നമ്മളെ പെണ്ണിനെ കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഇവരുടെ ടൈമിൽ ഇവർക്ക് കുഞ്ഞിലേ ഉണ്ടാവുമായിരിക്കും, അതുകൊണ്ടായിരിക്കും അല്ലേ കൊടുക്കുന്നുണ്ടാവുക. അതേ ടൈം നമ്മളെ പെണ്ണും കൊടുക്കുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു സംഭവം നമ്മുടെ ഇപ്പോഴത്തെ മിങ് ആലോചിച്ചിട്ട് പിന്നെയും
പാസ്റ്റിലേക്ക് പോകൂ. ഈ ഒരു പാസ്റ്റിലാണെങ്കിൽ നമ്മളെ ചെക്കൻ അവളോട് പേര് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ അവളെ പേര് പറയുന്നുണ്ടാവില്ല. അവളാണെങ്കിൽ പറയും നമ്മൾ രണ്ടാളും കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും അവളാണെങ്കിൽ പേര് പറയാണ്ട് നിന്നിട്ടുണ്ടാവുക. അപ്പൊ അവരാണെങ്കിൽ ആ ഒരു ടൈം തൊട്ടിട്ട് ഇന്ന് ഈ ഒരു നിമിഷം വരെ പരസ്പരം ചാറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. ഇത്ര അടുത്തുണ്ടായിട്ട് വരെ അവരാണ് ഇവരിന്ന് തിങ്കാക്കാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് രണ്ടാക്കും ഉണ്ടായിട്ടില്ല. രണ്ടാക്കും അത് മനസ്സിലായിട്ടും ഉണ്ടാവൂലായിരിക്കും. പക്ഷെങ്കിൽ പ്രേക്ഷകരായിട്ടില്ല നമുക്ക് മനസ്സിലാകും ഇവര് രണ്ടാളുമാണ് ചാറ്റ് ചെയ്തത് എന്ന്. പക്ഷെങ്കിൽ ഇവര് പേര് പറയാത്തത് കൊണ്ട് തന്നെ ഇത് മിങ്ങാന്നും മറ്റേതുള്ളത് സെന്നാന്നും മനസ്സിലാക്കാനുള്ള കഴിവ് ഇവർക്ക് രണ്ടാക്കും ഉണ്ടായിട്ടുണ്ടാവില്ല. പക്ഷെങ്കിൽ മിങ്ങാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ മനസ്സിലാക്കുന്നുണ്ടാവുമായിരിക്കും ഇത്ര കാലം അവൻ ചാറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് അവന്റെ തൊട്ടടുത്തുള്ള അവന്റെ സെന്നിനോടാണെന്നുള്ള കാര്യം. അപ്പൊ ഈ ഒരു പാസ്റ്റിൽ നടന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ഷോക്കായിട്ട് നിൽക്കുന്ന നമ്മളെ ചെക്കനെ ആയിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇവർ രണ്ടാളും ചാറ്റ് ചെയ്യുന്നതെന്ന് അറിയെങ്കിൽ കൂടി ആ ഒരു ചാറ്റിന്റെ പിന്നാലെ ഇത്ര വലിയൊരു കഥയുണ്ടെന്ന് മനസ്സിലായാലോ നമുക്ക് ചെറിയൊരു ഷോക്കില്ലേ? എനിക്കൊരു ഷോക്ക് ഉണ്ട്. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ ഷോക്ക് അടിച്ച പോലെ ഇരിക്കുന്നുണ്ടാവും. ഒരിക്കലും സെന്നാണെങ്കിൽ എന്തെല്ലോ പറയുന്നുണ്ടാവും. അതൊന്നും അവൻ കേൾക്കുന്നുണ്ടാവില്ല. എന്നിട്ട് അവളാണെങ്കിൽ അടുത്ത് വന്നിട്ട് ഇരിക്കുന്ന ടൈം അവനാണെങ്കിൽ അവളെ തന്നെ നോക്കിയിരിക്കുന്നുണ്ടാവും. അവള് ചോദിക്കുന്നതൊന്നും നമ്മളെ ചെക്കൻ കേൾക്കുന്നുണ്ടാവില്ല. പെട്ടെന്ന് അവൻ നെട്ടിട്ടാണെങ്കിൽ പറയൂ ഞാൻ പോകുന്നാന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ നേരെ പോകുന്നുണ്ടാവുമായിരിക്കും. ഇവക്കാണെങ്കിൽ ഇവൻ എന്നാ ഈ ഒരു പെട്ടെന്ന് പറ്റിയെന്നുള്ളൊരു മാനസികാവസ്ഥയിലെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥയായിരിക്കും. ഇങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും എടുത്തിട്ട് വരുന്നുണ്ടാവുമായിരിക്കും. പക്ഷെങ്കിൽ അവനാണെങ്കിൽ പണ്ടത്തെ പോലെ മിണ്ടാനുള്ള ആ ഒരു ഇതുണ്ടാവില്ലേ, അത് ഉണ്ടാവില്ലേ. അവന്റെ മനസ്സിൽ വലിയൊരു ഭാരം ഉണ്ടാവുമല്ലോ. അതിന്റെ ഒരു എന്താ പറയാ അതിന്റെ ഒരു മാറ്റം അവന്റെ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മളെ പെണ്ണാണെങ്കിൽ രാവിലെ ഒന്ന് എണീക്കാണ്ട് പല്ല് തേച്ചുകൊണ്ടായിരിക്കും വരുന്നുണ്ടാവുക. അങ്ങനെ അവള് പോയിട്ട് കുപ്പായെല്ലാം മാറ്റി വരുന്ന ടൈം നമ്മളെ ചെക്കൻ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവുമായിരിക്കും. അപ്പൊ അവളാണെങ്കിൽ പറയൂ ഞാൻ ഇങ്ങനെ വർക്കിന് പോകുന്നെന്ന്, നീയും ഇങ്ങനെ വീട്ടിലേക്ക് പോയിക്കൊന്നു പറയൂ. അപ്പൊ അവനാണെങ്കിൽ പറയൂ വേണ്ട, നീ ഇങ്ങനെ വർക്കിന് പോയിക്കോ, അമ്മ ഇവിടെ ഒറ്റക്കല്ലേ, ഞാൻ ഇങ്ങനെ അമ്മേനെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ ഇരിക്കും. പക്ഷെ അവളാണെങ്കിൽ വർക്കിന് പോകൂ. കമ്പനിയിൽ എത്തിയിട്ട് അവളാണെങ്കിൽ നേരെ നമ്മളെ ബോസിന്റെ അടുത്ത് പോയിട്ടാണെങ്കിൽ പറയും ബോസ് എനിക്കൊരു ലീവ് വേണേനൊന്നും പറയും. അപ്പൊ ബോസിനാണെങ്കിൽ ടെൻഷൻ അടിച്ചു വെക്കും. എന്ത് ലീവാ, നിനക്ക് എന്നാ ലീവ് എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ അമ്മേന്റെ കാര്യം പറയേ. അതേ ടൈം അവനാണെങ്കിൽ പറയൂ എന്ത് അമ്മക്ക് ഇങ്ങനെ പറ്റിയിട്ടാണോ നീ ഇങ്ങനെ കമ്പനിയിലേക്ക് വന്നത്, വേഗം വീട്ടിലേക്ക് പോയിക്കോ, നീ എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിനക്ക് ലീവ് തരൂലേന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ഇംപ്രസ്ഡ് ആക്കുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ടാവും. ഒരിക്കൽ ബോസിന്റെ പോക്ക് എങ്ങോട്ടേക്കാണെന്ന് നമുക്കറിയാലോ. ഇവള് വീട്ടിലെത്തുന്ന ടൈം നമ്മളെ ചെക്കനും അമ്മയാണെങ്കിൽ എന്തോന്ന് ഫോണിൽ കണ്ടിട്ട് ഭയങ്കര ഹാപ്പിയിലായിരിക്കും. അത് കാണുന്ന ടൈം നമ്മളെ പെണ്ണിന് ഭയങ്കര ഹാപ്പി ആകും. നമ്മളെ ചെക്കനാണെങ്കിൽ അവന്റെ വർക്കും ചെയ്യേണ്ടത് കൊണ്ട് തന്നെ അവനാണെങ്കിൽ ഓഫീസിൽ വരുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ലിന്നാണെങ്കിൽ പറയും നീ ഇങ്ങനെ പകല് വീട്ടിലും രാത്രി വർക്ക് ചെയ്യുന്നതാണെങ്കിൽ നിനക്ക് ഒരുപാട് വർക്ക് പെൻഡിങ് ഉണ്ട്, എത്ര ഇമെയിൽസ് തന്നെ ചെക്ക് ചെയ്യാനുണ്ട് എന്ന് പറയും. അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ പറയും നീ ഇന്ന് ഓവർ ടൈം എടുക്കുക എൻ്റെ കൂടെ, നമുക്ക് രണ്ടക്കും കൂടിയിട്ട് വേഗം കംപ്ലീറ്റ് ആക്കാം, ഉറപ്പായിട്ട് ഞാൻ നിനക്ക് പ്രൊമോഷനും തരും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ പെണ്ണിനെ പുകഴ്ത്തിയിട്ടായിരിക്കും ഓവർ ടൈം എടുപ്പിക്കുന്നുണ്ടാവുമായിരിക്കും. ഇതേ ടൈം ചെക്ക ഫുഡെല്ലാം ഓർഡർ ചെയ്യുന്ന ടൈം ആയിരിക്കും. അവളാണെങ്കിൽ പറയുന്നുണ്ടാവുക എത്രയോ കാലത്തിന് ശേഷം ഞാൻ ഇങ്ങനെ എന്താ പറയാ ഓവർ ടൈം എടുക്കുന്നതെന്ന് പറയൂ. ഇങ്ങനെ അവര് സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവളാണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം, ഫസ്റ്റ് ടൈം നീ ഇവിടെ വന്നിട്ടില്ലേ ആ ഒരു ടൈം എനിക്ക് നിന്നെ ഒരുപാട് വെറുപ്പായിരുന്നു, പക്ഷെങ്കിൽ ഇപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഒരു കമ്പനിയെ സേവ് ചെയ്യാൻ പോകുന്നത് നീയാണെന്ന് പറയൂ. ഞാൻ അവരാണെങ്കിൽ പണ്ടത്തെ ഓരോ കാര്യങ്ങൾ പറയുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ അവളോട് പറയും നീ ഇങ്ങനെ പോയിട്ട് യുഎനെ മീറ്റ് ചെയ്തിട്ട് ഇവരെ ഒരു പ്രൊജക്റ്റ് ഇല്ലേ അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് പറയും. അങ്ങനെ പിറ്റേ ദിവസം ആകുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ യുഎനെ കാണാൻ പോകുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. അങ്ങനെ അവരാണെങ്കിൽ അവളെ വർക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ടൈം ആയിരിക്കും. പെട്ടെന്ന് അവളാണെങ്കിൽ അവളെ ഫോൺ തുറന്നിട്ട് ഇങ്ങനെ ആക്കുന്നുണ്ടാവും. നോക്കുമ്പോൾ എന്തായിരിക്കും അവൻ ഇവക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് കൊടുത്തിട്ടില്ലേ ആ ഒരു ഫോട്ടോ ആയിരിക്കും. ഇതേ ടൈം അവനത് കണ്ടിട്ട് അവനാണെങ്കിൽ അവന്റെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെയാക്കി നോക്കുമ്പോൾ എന്തായിരിക്കും അവന്റെ ഫോണിലാണെങ്കിൽ ഇവളും അവനും ഒപ്പരം നിൽക്കുന്ന പോലത്തെ ഒരു കാർട്ടൂൺ ആയിരിക്കും. ശരിക്കും ഇത് കാണുമ്പോൾ അവക്കും സന്തോഷമാവും എനിക്കും സന്തോഷമാവും. എനിക്ക് എന്തിനാമോ എനിക്ക് നാണല്ലോ വരുന്നത്, നിങ്ങൾക്ക് നാണം വരുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യണം. ഞാൻ അത് കാണുന്ന ടൈം അവളാണെങ്കിൽ ലാപ്ടോപ്പ് പൂട്ടിയിട്ടാണെങ്കിൽ പറയും ഇപ്പൊ ബ്രേക്ക് ടൈമാണ്, നമുക്ക് എവിടെ വേണമെങ്കിലും പോകാമെന്ന് പറയൂ. അതേ ടൈം അവനാണെങ്കിൽ പറയും എന്നാ പിന്നെ നിനക്ക് റെസ്റ്റ് എടുക്കാൻ ഒരു അടിപൊളി സ്ഥലത്തേക്ക് ഞാൻ കൊണ്ടുപോകാമെന്ന് പറയും. അങ്ങനെ അവളെയും കൂട്ടിയിട്ട് എവിടെയായിരിക്കും പോകുന്നുണ്ടാവുക,
ഇതുപോലെ മസാജ് ചെയ്യുന്ന ഒരു സ്ഥലത്തായിരിക്കും. നല്ല മസാജ് ഒന്നുമില്ല. അന്നൊരു ദിവസം ഇവളാണെങ്കിൽ ഷട്ടിൽ കളിച്ചിട്ട് ഇവനിങ്ങനെ കയ്യാണ്ട് നിന്ന ടൈം അവനിങ്ങനെ വേദനിപ്പിച്ചിട്ടില്ലേ, അതിനിങ്ങനെ പരിഹാരമല്ലല്ലോ, റിവെഞ്ച് പോലെ ആയിരിക്കും അവനാണെങ്കിൽ അവൾ അവിടെ കൊണ്ടുവരുന്നുണ്ടാവുക. നല്ല രസമായിരിക്കും രണ്ടിന്റെ കളി കാണാൻ. പക്ഷെങ്കിൽ ആ ഒരു മസാജ് ചെയ്യുന്ന ടൈം മാത്രമായിരിക്കും അവളാണെങ്കിൽ അവനെ ശപിക്കുന്നുണ്ടാവുക. ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ആരാണെങ്കിലും ശപിച്ചു പോവുക. അതിനുശേഷം ഇവരാണെങ്കിൽ ഓരോ കാര്യങ്ങൾ സംസാരിച്ചതിന് ശേഷം ഇതുപോലെ അവന്റെ ഷോൾഡറിൽ കിടക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. ഇതിന്റെ അർത്ഥം എന്നാണ് ലവ് ആയിരിക്കും. ടൈം നമ്മളെ മിങ്ങിനെ നോക്കുന്നതാണെങ്കിൽ അവനെന്തോ മാവിങ്ങനെ കുഴച്ചോട് നിൽക്കുന്നതായിരിക്കും. നമ്മളെ വിചാരിക്കും അവന് വേണ്ടിയിട്ടാണ്, നോക്കുമ്പോ എന്നായിരിക്കും നമ്മളെ അമ്മക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇതേ ടൈം പെണ്ണാണെങ്കിൽ പറയുന്നുണ്ട്, അമ്മ ഞാൻ ഇങ്ങനെ പീടികയിൽ പോയിട്ട് വാങ്ങിയിട്ട് വരാമെന്ന്. പക്ഷേ അമ്മയാണെങ്കിൽ പറയും വേണ്ട, ഇവന്റെ കൈയിനെ കൊണ്ടുണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, അതുകൊണ്ട് അവൻ തന്നെ ഉണ്ടാക്കട്ടെ എന്ന് പറയോ. അപ്പൊ ഇതേ ടൈം അമ്മയാണെങ്കിൽ പറയുന്നുണ്ടാവുമായിരിക്കും, നമ്മളിപ്പോ ഒരു ഫാമിലി പോലെയല്ലേ, അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇത് കേൾക്കുന്ന ടൈം നമ്മൾ ആണെങ്കിൽ ഇവരെ രണ്ടാളെയും നോക്കിയിട്ട് ഫാമിലിയാ, എന്ത് ഫാമിലി എന്നൊന്ന് ചോദിക്കോ. ഇങ്ങനെ അവരാണെങ്കിൽ ഒന്നും രണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ ടൈമായിരിക്കും ആരോ ബെല്ലടിക്കുന്നുണ്ടാവും. അപ്പൊ ഇവളാണെങ്കിൽ ഒരു ഫാമിലിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ നൈസായിട്ട് മുങ്ങാന്നെന്ന് വിചാരിച്ചിട്ട് നമ്മളെ ചെക്കനാണെങ്കിൽ പോയിട്ട് ഡോറ് തുറക്കുന്ന ടൈം ആരായിരിക്കും, നമ്മളെ ബോസ് ആണെങ്കിൽ ഹായ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സാധനങ്ങളൊക്കെ പിടിച്ചു നിൽക്കുന്നുണ്ടാവുമായിരിക്കും. ഈ ഒരു സീനോട് കൂടിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഡ്രാമ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.